കൊട്ടിയൂരിലെ ആലിംഗന പുഷ്പാഞ്ജലി. ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും മനോഹരമായ പൂജ കൊട്ടിയൂർ വൈശാഖോത്സവത്തിലെ രോഹിണി ആരാധനയുടെ ഭാഗമായ ആലിംഗന പുഷ്പാഞ്ജലിയാണ്. സതീദേവിയുടെ ദേഹത്യാഗത്തെ തുടർന്ന് ഭഗവാൻ മഹാദേവൻ കുപിതനായി സർവവും ഇല്ലാതാക്കി താണ്ഡവം തുടങ്ങിയപ്പോൾ ഭഗവാന്റെ കോപം തണുപ്പിക്കാൻ മഹാവിഷ്ണു കെട്ടിപ്പിടിച്ച് സാന്ത്വനിപ്പിച്ച് കോപം തണുപ്പിച്ചു എന്ന പുരാണ സന്ദർഭത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ആലിംഗന പുഷ്പാഞ്ജലി. കുറുമത്തൂർ ഇല്ലത്തെ നായകൻ സ്ഥാനമുള്ള മൂത്ത നമ്പൂതിരിക്കാണ് ആ പൂജ നടത്താനുള്ള അധികാരം. കർമ്മത്തിൽ കുറുമത്തൂർ നായകന് സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ സ്ഥാനമാണ്. സ്വയംഭൂവായ ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ച് അദ്ദേഹം കിടക്കും. 1, 2, 5 മിനിറ്റ് അല്ല, എത്രയോ നേരം. യഥാർത്ഥത്തിൽ ആ കിടപ്പിൽ അദ്ദേഹം മരിച്ചുപോയ എന്നുപോലും കണ്ടു നിൽക്കുന്ന നമുക്ക് ശങ്ക തോന്നിപ്പോകും. അത്ര നേരം കടുകിട ചലിക്കാതെ വിഷ്ണുവായി അദ്ദേഹം ശിവലിംഗത്തെ കെട്ടിപ്പുണർന്നു കിടക്കും. എന്നിട്ട് അദ്ദേഹം എഴുന്നേൽക്കുന്ന നേരത്ത് ഉയരുന്ന ഒരു ആരവമുണ്ട്. ദേവതാവൃന്ദം നടത്തിയ പുഷ്പവൃഷ്ടിയെ അനുസ്മരിപ്പിക്കുന്ന ഒരു പുഷ്പാഞ്ജലി. അതാണ് ഏറ്റവും സുന്ദരവും ഹൃദയവുമായ ആരാധന. ശിവനും വിഷ്ണുവും തമ്മിലുള്ള സൗഹൃദവും സ്നേഹവുമാണ് ഇതിന്റെ സൗന്ദര്യവും. ശിവസ്യ ഹൃദയം വിഷ്ണുർ വിഷ്ണുച ഹൃദയം ശിവ. ശിവന്റെ ഹൃദയമാണ് വിഷ്ണു, ആ വിഷ്ണുവിന്റെ ഹൃദയമോ ആ ശിവൻ തന്നെയും.